കോഴിക്കോട് ഇനി സാഹിത്യ നഗരം. രാജ്യത്തെ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ കോഴിക്കോടിനെ പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ജൂൺ 23 സാഹിത്യ നഗര ദിനമായി ആഘോഷിക്കാനും വിവിധ വിഭാഗങ്ങളിൽ സാഹിത്യ പുരസ്കാരങ്ങൾ നൽകുവാനും തീരുമാനമായി. കലയുടെ ആഗോള പെരുമ പേറിയ കോഴിക്കോടിന്റെ കീർത്തിക്ക് മറ്റൊരു അഴകുകൂടിയാണ് കൈവന്നത്. യുനെസ്കോയുടെ ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരി എന്ന വിശേഷണം ഇനി കോഴിക്കോടിന് സ്വന്തം. ലോകത്തിലെ 53 സാഹിത്യ നഗരങ്ങളുടെ പട്ടികയിലേക്കാണ് കോഴിക്കോടും ഇടം നേടിയത്. ഏഷ്യൻ വൻകരയിലെ 10 നഗരങ്ങളാണ് വ്യത്യസ്ത വിഷയങ്ങളിൽ യുനെസ്കോ പട്ടികയിൽ പുതുതായി ചേർക്കപ്പെട്ടത്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ തിങ്ങി നിറഞ്ഞ ജനങ്ങളെ സാക്ഷിയാക്കി മന്ത്രി എം.ബി. രാജേഷ് കോഴിക്കോടിനെ യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചു. കൊൽക്കത്ത പോലുള്ള വൻ സാഹിത്യ പാരമ്പര്യമുള്ള നഗരങ്ങളെ പിന്തള്ളി യുനെസ്കോ സാഹിത്യ പദവി കോഴിക്കോടിന് കിട്ടാൻ കോർപ്പറേഷന്റെ ചിട്ടയായ പ്രവർത്തനം കാരണമായതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനെ ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തതിൻ്റെ പ്രഖ്യാപനം വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ്. ഇപ്പൊ സാഹിത്യ പദവിയുടെ കാര്യത്തിൽ നോക്കിയാൽ വളരെ അത്ഭുതപ്പെടുന്നുണ്ടാവും. കൊൽക്കത്ത പോലൊരു നഗരത്തെ പിന്നിലാക്കി കോഴിക്കോടിന് പദവി സ്വന്തമാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് എന്ന്. കൊൽക്കത്തയിൽ ജീവിച്ചത്രയും സാഹിത്യ, സാംസ്കാരിക, സംഗീത, ചലച്ചിത്ര പ്രതിഭകൾ എണ്ണം കൊണ്ട് നോക്കിയാൽ അത്രയും കോഴിക്കോട് ഉണ്ടാവില്ല. കാരണം കൊൽക്കത്ത അത്രയും വലിയ ഒരു നഗരമാണ്. അവിടെ ഉണ്ടായത്ര പുസ്തകങ്ങൾ, പ്രസാധകർ, നാടകാവതരണങ്ങൾ, സംഗീത പരിപാടികളുടെ അവതരണങ്ങൾ എണ്ണം കൊണ്ട് നോക്കിയാൽ കോഴിക്കോട് ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നിട്ടും കോഴിക്കോടിന് അവരെ എല്ലാം മറികടന്ന് ഈ പദവി കൈവരിക്കാൻ കഴിഞ്ഞതിൽ നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം അഭിമാനിക്കാം. ബഷീറും പൊറ്റക്കാടും തിക്കോടിയനും ബാബുരാജും തുടങ്ങി കലാസാംസ്കാരിക സാഹിത്യ രംഗത്തെ ഒട്ടേറെ പേർ നക്ഷത്ര ഓർമ്മകളായി സാന്നിധ്യമറിയിച്ച ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ കോഴിക്കോടിനെ അടയാളപ്പെടുത്തിയ നിരവധി പ്രമുഖർ സന്നിഹിതരായിരുന്നു. സാഹിത്യ നഗരി പദവിയുടെ ലോഗോ പ്രകാശനം, വെബ്സൈറ്റ് ഉദ്ഘാടനം എന്നിവ പി.എ. മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ആനക്കുളം സാംസ്കാരിക നിലയം സാഹിത്യ നഗരിയുടെ ആസ്ഥാനമായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രഖ്യാപിച്ചു. ശേഷം കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ കവിതയും കൈതപ്രം ചടങ്ങിൽ അവതരിപ്പിച്ചു. ആനക്കുളം സാംസ്കാരിക നിലയം സാഹിത്യ നഗര കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാന ആസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. അടുത്ത വർഷം മുതൽ തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും ജൂൺ 23 കോഴിക്കോടിന്റെ സാഹിത്യ നഗര ദിനമായി ആഘോഷിക്കുവാനും സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കുമെന്നും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അറിയിച്ചു. ഇതിനു പുറമെ എല്ലാ വർഷവും 6 വ്യത്യസ്ത വിഷയങ്ങളിലായി സാഹിത്യ പുരസ്കാരങ്ങൾ നൽകുവാനും നഗരസഭ തീരുമാനിച്ചു. ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ എം.എൽ.എ, മുൻ എം.എൽ.എമാർ, കോർപ്പറേഷൻ കൗൺസിലർമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പുറമെ കോഴിക്കോട്ടെ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.